തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു ഒറ്റയാനും സിംഹവും ഒക്കെ ആയിരുന്നു. ഒരു ഷിപ്പ് ഉണ്ടായിരുന്നില്ല ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. സംശയമുണ്ട്. ഇപ്പം ഉണ്ടെങ്കിൽ ഈ സിംഹ ഗർജനം കണക്ക് ഏതെങ്കിലും ഒരു പ്രമാണിയോ ഒക്കെ ആയിരുന്നേ പുള്ളിയുടെ വാക്കുകളിൽ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞേനെ. ഈ അധസ്ഥിതരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രമാണി വർഗത്തിന്റെ ഇടയിലും ചില ആൾക്കാരെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അതിലൊരു പ്രധാനിയായിരുന്നേനെ ചിലപ്പം തിലകൻ ചേട്ടൻ. പവർഫുൾ ആയിട്ടുള്ള വോയിസ്. നമുക്ക് പല കള്ളത്തരങ്ങളും തിലകൻ ചേട്ടൻ്റെ വോയിസിൽ കൂടി അങ്ങോട്ട് സിനിമയെ പറഞ്ഞാൽ തോന്നി സത്യമാണല്ലോ എന്ന് തോന്നിപ്പോ. മനസ്സിലായോ? 100% സത്യം അല്ലാത്ത ചില നമ്മൾ സിനിമാറ്റിക് ആയിട്ട് പറയുന്ന ചില കാര്യം പോലും തിലകൻ ചേട്ടനാണ് അത് പ്രസന്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കും. അതിനുള്ള പവറുണ്ട് പുള്ളിയുടെ ആ ശബ്ദത്തിന്. അത് കണക്കൊരു നടൻ, ഞാൻ പണ്ട് പറയാമല്ലോ, ഹോളിവുഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വളരെ റെയറായിട്ടുള്ള നടന്മാരിൽ ഒരാളായിരുന്നു തിലകൻ ചേട്ടൻ. തിലകൻ ചേട്ടൻ്റെ വേർപാടും അതിനകത്ത് ഏറെ ദുഃഖിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ കാലഘട്ടം ഇച്ചിരി മോശമായിരുന്നു. ഈ വിലക്കുകളും നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ അടിമകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് രക്തം കണ്ടെന്ന് പറയുന്ന കണക്ക് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ വിലക്കുക, ഒരാളുടെ ജോലി ഇല്ലാതാക്കുക, അത് വലിയ സന്തോഷമായിട്ട് കൊണ്ടാടുക. അവൻ്റെ ജോലി ഞാൻ ഇല്ലാതാക്കി, അവൻ സീരിയൽ അഭിനയിക്കാൻ പോയി, അവിടെയും ഞാൻ വെട്ടി എന്നൊക്കെ പറയുന്ന ലൈനിലുള്ള ഒരു ഭയങ്കര ഭീകരമായ അവസ്ഥയായിരുന്നു ആ കാലം. ആ കാലമൊക്കെ ഇപ്പം മാറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. 99 കലാഭവൻ മണിയെ നമ്മൾ വലിയൊരു എന്താ പറയുക സീരിയസ് ഹീറോ ആക്കുന്നു. അന്ന് കലാഭവൻ മണി ഒരു 3-ാം ഇട, അല്ലെങ്കിൽ ജഗതി ചേട്ടൻ, നമ്മുടെ പപ്പു ചേട്ടൻ, മാള, ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഒരു കോമഡിയാണ്, സപ്പോർട്ടിങ് കോമഡിയായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഞാൻ വെച്ചിട്ട് അന്ന് എൻ്റെ ചിത്രങ്ങളെല്ലാം ഇപ്പോൾ ഈ ആകാശഗംഗ ആയിക്കോട്ടെ, കല്യാണ സുഗന്ധി, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചിത്രങ്ങളെല്ലാം വളരെ ഹിറ്റായിട്ട് ഓടുന്ന ഒരു കാലത്താണ് ഞാൻ മണിയെ വെച്ചിട്ട് വാസന്തി ലക്ഷ്മി അനൗൺസ് ചെയ്തത്. അന്ന് മണിയെ അത് ഒരു പരാജയമായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞ 90% എന്നോട് ഇഷ്ടപ്പെടുന്നവർ പോലും അത് റിസ്ക് വേണോ മണിയെ വെച്ചിട്ട് വേറൊരു കോമഡി കഥാപാത്രം ചെയ്യുക. ഞാൻ പറഞ്ഞു മണിയെ വെച്ചിട്ട് ഈ ഒരു കഥാപാത്രം അയാൾ ഭയങ്കരമായിട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്കൊരു തോന്നലാണ്. അതുപോലെ തന്നെ ഒരു സിനിമയ്ക്ക് ദിലീപിന് വെച്ചിരുന്ന ക്യാരക്ടർ മാറ്റിയിട്ടല്ലേ ജയസൂര്യ കൊണ്ടുവന്നത് അല്ലേ? ഇന്ദ്രജിത്തിനെ ഞാൻ അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ അനൂപ് മേനോനെ കൊണ്ടുവന്നത്, മണിക്കുട്ടനെ കൊണ്ടുവന്നത്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. പലരുടെയും ജാതകം തിരുത്തി എഴുതിയിട്ടുണ്ട്. കരുമാടിക്കുട്ടൻ എന്നുള്ള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഒരു വില്ലൻ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു വില്ലൻ അഭിനയിച്ചിട്ട് എനിക്ക് തമിഴുമല്ല മലയാളമല്ല തെലുങ്കുമല്ല ഇയാളുടെ അഭിനയമെന്ന് എനിക്ക് തോന്നി. ഞാൻ വല്ലാത്ത വിഷമത്തിലായി. അപ്പോഴാണ് ഇങ്ങനെ രാത്രി സീരിയൽ കാണുമ്പോഴാണ് ഒരു ഹൈറ്റൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ, സ്ത്രീ എന്നൊരു സീരിയൽ അങ്ങനെ കണ്ടായിരുന്നു എൻ്റെ പേര് തോന്നി, അങ്ങനെ സുരേഷ് കൃഷ്ണ. അപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ വിളിച്ചു, താൻ നാളെ വന്നാൽ, താൻ തന്നെ ഡയറക്ടറോട് ചോദിച്ചിട്ട് നാളെ വന്നാൽ തനിക്ക് മെയിൻ വില്ലനാണ് കരുമാടിക്കുട്ടനിൽ. അത് ഭയങ്കരമായിട്ട് ഞാൻ സ്വീകരിച്ചില്ല. അയാളൊന്നും വലിയ ആളല്ലേ സിനിമയിൽ. ചെന്തിലെ മണിക്കുട്ടൻ, അതാ പറഞ്ഞത്, ചെന്തിലെ കലാഭവൻ മണിയുടെ ക്യാരക്ടർ അവതരിപ്പിക്കാൻ മണിയെ കണക്കിരിക്കുന്ന 100 പേരൂടെ വന്നു. ഞാൻ അങ്ങനെയല്ല നോക്കിയത്, അഭിനയിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പം. അവിടെയും കുറെ എതിർപ്പുകൾ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം, വേണോ വേണ്ടയോ എന്നുള്ള ചിന്തകൾ. അതെ, അന്ന് ഇയാൾ അഭിനയിക്കുന്ന ആ ഒരു സീരിയൽ എന്നെ കൊണ്ട് കാണിച്ചു, ഏഷ്യാനെറ്റിൽ ഒരു കോമഡി സീരിയൽ. എന്തായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ ഇത് കണ്ടിരുന്നെന്ന് ഞാൻ വിളിക്കത്തോലും ഇല്ലായിരുന്നു.